ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്ക് റെസിപ്പിയാണ്. മയോ ബ്രെഡ് സാൻഡ്വിച്ച്. അപ്പോൾ ഇത് പൊരിച്ചിട്ടൊന്നല്ല, നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന, സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാലോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. ഇതിനായി ഞാൻ കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് പീസസ് ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്രസ്റ്റ് പീസ് തന്നെ വേണമെന്നില്ല, സാധാ ചിക്കൻ പീസസ് ആയാലും മതി. അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇത് മാരിനേറ്റ് ചെയ്ത് കുറേ നേരം മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും മാറ്റി വെക്കുക എന്നാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്കിത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇപ്പം ഞാനൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഷാലോ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ പാനിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രൈ ചെയ്ത ഓയിൽ കുറച്ച് പാനിൽ വെച്ച് ബാക്കി നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മാത്രം ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അതും കൂടി നമുക്ക് ഈ ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ വേറെ മസാലപ്പൊടികളൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ പൊരിച്ച എണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് അതിനുണ്ടാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, പിന്നെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കൂട്ടുക. കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. സവാള നന്നായി വഴന്ന് കിട്ടണം. അപ്പോൾ ഇതാ നമ്മുടെ സവാളയെല്ലാം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കന് ചെറിയ പീസസായി മുറിച്ചിട്ടതിന് ശേഷം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വേറെ മസാലകളൊന്നും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ വീതം നിങ്ങൾക്ക് സവാള വഴറ്റുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ അതൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. വെറും പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിലുണ്ടാവും. അപ്പോൾ ഈ ഒരു ചിക്കൻ പീസസും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു പിടിയോളം മല്ലിയില അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയില നമ്മൾ എത്രയും കൂടുതൽ ഇടുന്നോ അത്രയും ആ മസാലയ്ക്ക് ടേസ്റ്റ് മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഞാനിങ്ങനെയുള്ള മസാലകൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സ്വതവേ മല്ലിയിലയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇടാറുണ്ട്. അത് കുറച്ച് ടേസ്റ്റിയാണ്. പിന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ കെച്ചപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട, ആഡ് ചെയ്താൽ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബ്രെഡ് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ബ്രെഡിൻ്റെ അരിക് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്യുന്നില്ല. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് ഗാർലിക് മയോണൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഗാർലിക് മയോണൈസാണ്. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിലും ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണിത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോൻ്റെ അവസാനത്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാനും പറ്റും. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ മിഡിലായിട്ട് നമ്മുടെ മസാല തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഹോം മെയ്ഡ് മയോണൈസാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, നല്ല ടേസ്റ്റിയാണ്. ഇനി മറ്റൊരു ബ്രെഡ് വെച്ച് അതൊന്ന് കവർ ചെയ്യുക. അതിനുശേഷം ഒരു കുക്കി കട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലിൻ്റെ ക്യാപ്പോ എടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കുക. നമ്മൾ ബ്രെഡിൻ്റെ ആ ഒരു ഏകദേശം സൈസ് തന്നെ കിട്ടുന്ന ടോപ്പ് കിട്ടിയാൽ അധികം ബ്രെഡ് വേസ്റ്റ് ആവില്ല. ചെറിയ ടോപ്പൊക്കെ ആകുന്നേരം കുറേ ബ്രെഡ് വേസ്റ്റായി പോവും. എന്നാലും നമുക്കത് ബ്രെഡ് ക്രംസ് ആയിട്ട് പിന്നീട് വേറെ എന്തെങ്കിലും സ്നാക്കിന് ഉപയോഗിക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അരിക് കട്ട് ചെയ്തെടുക്കുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കുറച്ചും കൂടി ഒരു വൃത്തിയിൽ ഇത് കിട്ടും. പക്ഷേ ഞാനത് അരികൊന്നും കട്ട് ചെയ്തിട്ടില്ല, അധികം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇത് റെഡിയായി. ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അത്രയും ചെയ്തെടുക്കുക. മയോണൈസ് ആദ്യം സ്പ്രെഡ് ചെയ്തതിന് ശേഷം മസാല ഇട്ട് കൊടുക്കുക. മറ്റൊരു ബ്രെഡ് വെച്ച് കവർ ചെയ്ത് ഒരു കുക്കി കട്ടർ ഉപയോഗിച്ചോ അല്ല ടോപ്പ് ഉപയോഗിച്ചോ ഇതേപോലെ പ്രസ് ചെയ്ത് എടുക്കാം. പിന്നെ മൈദ വെച്ചിട്ട് ഒട്ടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിത് പൊരിച്ചെടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ ഞാനിതാ എല്ലാ ബ്രെഡ് പീസും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്.
നമ്മൾ ഇതിൻ്റെ അരിക് മൈദ വെച്ചിട്ടോ വെള്ളം വെച്ചിട്ടോ അല്ലെ എങ്ങനെ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊരിച്ചെടുക്കുമ്പോഴാണല്ലോ ഈ ഓയിലെല്ലാം ഉള്ളിലേക്ക് കയറുന്ന പ്രശ്നം. ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ്സായിട്ട് കിട്ടും നമ്മളത് ഇത് എടുക്കുന്ന സമയത്ത് തന്നെ. അപ്പോൾ ഇത് ഞാനൊരു പാന് ചൂടായതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗീ ആയാലും മതി. ഞാൻ ബട്ടറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ബട്ടറിൻ്റെ ഒരു ഫ്ലേവർ നല്ലോണം അതിനുണ്ടാവും. ഇനി ഓരോ ബ്രെഡും നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലേലായിട്ടും ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ടോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സമയത്താണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിരിക്കും, നല്ല ബട്ടറിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ഗാർലിക് മയോണൈസിൻ്റെ അത് ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. അപ്പോൾ ഇത് റെഡിയായി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ ബ്രെഡും ഇതേപോലെ തയ്യാറാക്കിയെടുക്കുക. ആദ്യം കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുക. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചിടാം. അതിന് മുന്നേ നമ്മൾ മേലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഒരു ഭാഗത്തിൻ്റെത്. അപ്പോൾ ഇത് റെഡിയായി. അതേപോലെ തന്നെ നമുക്ക് എല്ലാ ബ്രെഡ് പീസസും തയ്യാറാക്കി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മയോ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും. അതേപോലെ ഒരുപാട് മസാല ഇട്ടിട്ടൊന്നല്ല ഇത് തയ്യാറാക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിത് ഓയിലിൽ ഫ്രൈ ചെയ്യുന്നുമില്ല. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തിയുമാണ്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം തീർച്ചയായും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.